ബംഗാൾ ഉൾക്കടലിൽ മറ്റന്നാളോടെ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിൽ 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നതാണ് മുന്നറിയിപ്പ്. വയനാട്ടിൽ റെഡ് അലേർട്ട്, 8 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും 5 ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അജീഷ് ജയകുമാർ വിവരങ്ങളുമായി. അജീഷ്, ഏറ്റവും പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പ് എങ്ങനെയാണ്? ഈ മഴ എത്ര ദിവസം കൂടി തുടരുമെന്നുള്ളതാണ്. ഒരു ന്യൂനമർദ്ദത്തിന്റെ വിവരമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇത് ശക്തമായൊരു മഴയിലേക്ക്, കൂടുതൽ ശക്തമായ മഴയിലേക്ക് പോകുമെന്നതിന്റെ സൂചനയാണോ? റെഡ് അലേർട്ട് ഇതിനോടകം തന്നെ വയനാട്ടിലുണ്ട്. കൂടാതെ ഓറഞ്ച് അലേർട്ടൊക്കെയാണ് ഭൂരിഭാഗം ജില്ലകളിലും ഉള്ളതും. അനുജ, മഴ ഇനി വരും ദിവസങ്ങളിലും കൂടുതൽ ശക്തിപ്പെടാനാണ് സാധ്യത. നിലവിൽ ഇന്നത്തെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് അനുസരിച്ച് ഇന്ന് 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ഉണ്ട്. ഒരു ജില്ലയിൽ മാത്രമാണ് റെഡ് അലർട്ട്. ബാക്കി 5 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. വയനാട്ടിൽ മാത്രമാണ് ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശ്ശൂർ, പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. വടക്കൻ ജില്ലകളിലാണ് അതിതീവ്ര മഴയ്ക്ക് ഇന്ന് സാധ്യതയുള്ളത്. വടക്കൻ കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദ പാത്തിയും സ്ഥിതി ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും മുകളിലായി ജൂലൈ 19 പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം കേരള തീരത്ത് പടിഞ്ഞാറൻ വടക്കു പടിഞ്ഞാറൻ കാറ്റും ശക്തമായി തുടരുന്നു. ഇതിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത 5 ദിവസം വ്യാപകമായ ഇടിമിന്നലോടുകൂടിയ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ജൂലൈ 17 മുതൽ 19 വരെ അടുത്ത 2 ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും 17 മുതൽ 21 വരെ ശക്തമായ മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലാണ് കൂടുതൽ മഴയ്ക്ക് സാധ്യതയുള്ളത്. ഈ മേഖലയിലൊക്കെ ജില്ലാ ഭരണകൂടം നൽകുന്ന മുന്നറിയിപ്പുകൾ കൃത്യമായി പാലിക്കുക. ജനങ്ങൾ മണ്ണിടിച്ചിൽ പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാറി താമസിക്കാൻ മുന്നറിയിപ്പ് നൽകുകയാണെങ്കിൽ അപ്പോൾ തന്നെ അതനുസരിച്ചിട്ട് നീങ്ങുക. കടലേറ്റത്തിനും സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് നൽകുന്നു. മത്സ്യത്തൊഴിലാളികൾക്കും തീരപ്രദേശത്ത് ഉള്ളവർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അജീഷ്, ഇതിൽ തലസ്ഥാനത്ത് യെല്ലോ അലേർട്ടാണ്. പക്ഷേ അവിടെ ഏത് തരത്തിലേക്കാണ്? ഇന്നിപ്പോൾ നിലവിൽ മഴയുണ്ടോ? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പെയ്ത മഴയുടെ കെടുതികൾ അതെങ്ങനെയാണ്? അനുജ, കഴിഞ്ഞ ദിവസം ഇന്നലെ മഴ ഒന്ന് മാറി നിന്നതാണ്. കഴിഞ്ഞ ദിവസം മെനഞ്ഞാന്ന് നല്ല മഴയുണ്ടായിരുന്നു. ഇന്ന് മഴ ശക്തി ആർജിക്കുകയാണ്. നഗരമേഖലയിലും ഗ്രാമങ്ങളിലൊക്കെ അതിശക്തമായ മഴ ഇന്ന് ഇടവിട്ട് പെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ കാര്യമായ നാശനഷ്ടമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കാര്യവട്ടത്ത് ഇന്ന് ചില മരങ്ങൾ ഒടിഞ്ഞു വീഴുന്ന നാശനഷ്ടം മാത്രമായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അല്ലാതെ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തലസ്ഥാനത്ത് ഇതുവരേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ തലസ്ഥാന നഗരത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗത്ത് ഒരു ഹോട്ടലിന്റെ മതിലിടിഞ്ഞു വീണ് 3 പേർക്ക് പരിക്കേറ്റിരുന്നു. അതിനപ്പുറം കാര്യമായ നാശനഷ്ടം ഒന്നും തലസ്ഥാനത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മഴ ഇപ്പോൾ മാറി നിൽക്കുകയാണ്. അതാണ്, തലസ്ഥാനത്ത് നിലവിൽ മഴ മാറി നിൽക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ കാലാവസ്ഥാ മുന്നറിയിപ്പുണ്ട്. അതെല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് എന്നുള്ളതാണ്. 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നതാണ്. വയനാട്ടിലാണ് നിലവിൽ റെഡ് അലേർട്ട് ഉള്ളത്. 8 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും ബാക്കി 5 ജില്ലകളിൽ യെല്ലോ അലേർട്ടും എന്നുള്ളതാണ്. അതിൽ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ യെല്ലോ അലേർട്ടാണ് ഉള്ളത്. റെഡ് അലേർട്ട് ഉള്ളത് വയനാട്ടിലാണ്. കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, ഒപ്പം മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. യെല്ലോ അലേർട്ട് നേരത്തെ പറഞ്ഞ ജില്ലകൾ കൂടാതെ തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലും യെല്ലോ അലേർട്ടാണ് നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അജീഷ് തുടരുന്നുണ്ട്. അജീഷ്, ഇപ്പോൾ ഇതിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത് കേരളത്തിന്റെ വടക്കൻ മേഖലകളിൽ അതിശക്തമായ മഴ എന്നുള്ളതാണ്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഈ 5 ദിവസം മഴ തുടരുമെന്ന് പറയുമ്പോൾ അത് ഏതൊക്കെ മേഖലകൾ കേന്ദ്രീകരിച്ചാകും അതിശക്തമായ മഴ? ഇപ്പോൾ റെഡ് അലേർട്ട് എന്നൊക്കെയുള്ളത് വയനാട്ടിലുണ്ട്. അത് ഒഴിച്ചാൽ പൊതുവെ ആ തരത്തിലേക്ക് നമ്മൾ വിഭജിച്ച് അങ്ങനെ പറയാൻ സാധിക്കുമോ? വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന തരത്തിലേക്ക്, അതല്ലെങ്കിൽ മധ്യ കേരളത്തിൽ, അങ്ങനെ നമ്മൾക്ക് എങ്ങനെ, ഏത് തരത്തിലേക്ക് അതിനെ വിശദീകരിക്കാം? അനുജ, നമ്മൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റ് അനുസരിച്ചിട്ട് അടുത്ത ദിവസങ്ങൾ, അതായത് നാളെയും മറ്റന്നാളും ഒക്കെയുള്ള ദിവസങ്ങളുടെ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്, മുന്നറിയിപ്പുകൾ വന്നിട്ടുള്ള. അങ്ങനെ നോക്കുകയാണെങ്കിൽ കോട്ടയം മുതൽ മധ്യ കേരളം മുതൽ വടക്കൻ കേരളം വരെയാണ് ഏറ്റവും കൂടുതൽ മഴ മുന്നറിയിപ്പുള്ളത്. നാളെയും കോട്ടയം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ടാണ്. മറ്റന്നാൾ പരിശോധിക്കുകയാണെങ്കിൽ കോഴിക്കോട്,
കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ മഴ മുന്നറിയിപ്പിൽ അപ്പോഴപ്പോഴും മാറ്റം വരാം. നാളെ ചിലപ്പോൾ രാവിലെ ഇറക്കുന്ന പുതിയ അപ്ഡേറ്റിൽ ഈ മഴ മുന്നറിയിപ്പിൽ മാറ്റമുണ്ടാവും. അതൊക്കെ ഒരു ദിവസമാണ്, അതാത് ദിവസമാണ് കാലാവസ്ഥാ വകുപ്പ് രണ്ട് മുന്നറിയിപ്പുകൾ ഇറക്കാറുണ്ട്. നേരത്തെ മുൻകൂട്ടിയും അപ്ഡേറ്റുകൾ ഇറക്കാറുണ്ട്. അതിനുശേഷം ഓരോ ദിവസത്തെ മഴ അനുസരിച്ചിട്ട് അവിടുത്തെ അപ്ഡേറ്റ് ഇറക്കാറുണ്ട്. അങ്ങനെയാണ് ഇന്ന് വയനാട് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത്. നാളെയും പക്ഷേ അതിശക്തമായ മഴയ്ക്ക് സാധ്യത ഉണ്ടെന്നാണ് മുന്നറിയിപ്പ് നൽകുന്നത്. അപ്പുറമുള്ള ദിവസങ്ങളിലും അതായത് 21-ാം തീയതി വരെ സംസ്ഥാനത്ത്, അത് വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലായിരിക്കും ഏറ്റവും കൂടുതൽ മഴ ഉണ്ടാവുക. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് നൽകുന്നത്. അത് പ്രത്യേകിച്ച് ഈ ന്യൂനമർദ്ദം ജൂലൈ 19 രൂപപ്പെടുന്നതിൻ്റെ ഒരു ഫലമായിട്ട് കൂടിയാണ് കേരളത്തിൽ മഴ ശക്തിപ്പെടുന്നത്. അതാണ് അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. വരുന്ന 5 ദിവസം കൂടി കേരളത്തിൽ ശക്തമായ മഴ തുടരും എന്നുള്ളതാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്.